കർത്താവ് തമ്പുരാൻ്റെ പീഡാസഹനവും അവൻ്റെ കുരിശുമരണവും നമുക്കുള്ള പാഠപുസ്തകമാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് മാത്രം നന്നായിട്ടൊന്ന് ധ്യാനിച്ച് അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തുമാത്രം നമ്മളൊക്കെ മെച്ചപ്പെടുമെന്നോ. അതുകൊണ്ടാണ് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്യങ്ങൾ പറഞ്ഞത്. നമുക്കറിയാം, ബൈബിളിൽ 7 പൂർണ്ണതയുടെ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. ബൈബിളിൽ അത് പൂർണ്ണതയുടെ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വീട്ടിൽ, ഞാനിത് സ്ഥിരം ടോക്കുകളിലൊക്കെ പറയാനുള്ളൊരു കാര്യമാണ്, കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികളുണ്ട്? വീട്ടിൽ ഉത്തരം പറയാൻ കേട്ടോ. ഇങ്ങനൊരു സ്വഭാവം കൂടിയുണ്ട്, മുഴുവൻ ചോദ്യോത്തരങ്ങളായിരിക്കും. മുമ്പിൽ ആരും ആ പാടെ 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ ധ്യാനിക്കാൻ വന്നിരിക്കുന്നവരാണ്. വേണമെങ്കിൽ സിസ്റ്റേഴ്സിന് ഉത്തരം പറയാൻ കേട്ടോ. കാനായിലെ സാധാരണ ഞാനിങ്ങനെ 7 പൂർണ്ണതയുടെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് ഉടനെ കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികളുണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ ചാടി കയറി പറയും 7. കാരണം ഇപ്പോൾ 7 പറഞ്ഞു വന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികളുണ്ട്? 7 വേണ്ട സിസ്റ്റേഴ്സ് പറഞ്ഞു. ഇവിടുന്ന് ഉത്തരം വന്നു 7. 6 കൽഭരണികൾ. അപ്പോൾ 7 പൂർണ്ണത. 6 അപ്പം എന്താണ്? 6 അപൂർണതയാണ്. എന്താണ് അപൂർണം? എന്തിനുള്ള കൽഭരണികളായിരുന്നു ഈ 6? ബൈബിളിലുണ്ട്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. എന്തിനുള്ളതാണ്? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് അപൂർണമാണെന്നാണ് ഈ യോഹന്നാൻ സുവിശേഷകൻ സ്ഥാപിക്കുന്നത്? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മം അപൂർണമാണ്. പൂർണ്ണമാകണമെങ്കിൽ എന്ത് വരണം? 7ാമത്തെ കൽഭരണി വരണം. 7 വന്നാലേ പൂർണ്ണതയാകത്തുള്ളൂ. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പോൾ 7ാമത്തെ കൽഭരണി ആരാണ്? 7ാമത്തെ കൽഭരണിയാണ് കർത്താവ് തമ്പുരാൻ, അവൻ്റെ തിരുനെഞ്ച്. അന്ന് കാൽവരിയിൽ പടയാളി നമുക്കായി കുത്തി ഉടച്ച് തുറന്നു തന്നത് 7ാമത്തെ കൽഭരണിയാണ്. യഥാർത്ഥ ശുദ്ധീകരണത്തിനുള്ള മാർഗം. അന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ചോരയും പരിശുദ്ധ ജലവുമാണ് യഥാർത്ഥ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ എന്ന് തെളിയിക്കുകയാണ്. അന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ചോരയാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് പരിശുദ്ധ കുർബാന. അന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ജലമാണ് സഭയിലെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമായ പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞു വന്ന കാര്യത്രേ ഉള്ളൂ, 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. സമരിയാക്കാരിക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാർ. എന്നിട്ട് പറയുന്നു, ഇപ്പോഴുള്ളവൻ അവളുടെ ഭർത്താവല്ല, 6ാമത്തവനുമായി. ഇപ്പോൾ അവൾ ആരെ കണ്ടു? 7ാമത്തവനെ കണ്ടു, പൂർണ്ണതയെ കണ്ടു, ഈശോ മിശിഹായെ കണ്ടു. പൂർണ്ണത സംഭവിച്ചു. ഇനി അവൾക്ക് ആരും വേണ്ട, ഇനി അവൾക്ക് ദാഹമില്ല. അതുകൊണ്ടാണ് സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത് എന്ത്? അവൾ കുടം കിണറ്റിൻ കരയിൽ വെച്ചിട്ട് തിരിച്ചുപോയി. എന്താ കാര്യം? ഇനി അവൾക്ക് ദാഹമില്ല, ഇനി അവൾ കുടത്തിൻ്റെ ആവശ്യമില്ല. നിത്യജീവന്റെ ഉറവയെ അവൾ കണ്ടെത്തി കഴിഞ്ഞു. 7 പൂർണ്ണതയുടെ സംഖ്യയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ 7 വാക്യങ്ങൾ പറഞ്ഞത്. അവൻ്റെ പഠിപ്പീരിൻ്റെ പൂർണ്ണതയാണ് കുരിശിൽ. ഈശോയുടെ പഠിപ്പീരിൻ്റെ, അവൻ്റെ ജീവിതം കൊണ്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തോ, അതിൻ്റെ പൂർണ്ണത കുരിശിലുണ്ട്. കുരിശിൽ രക്തവർണ്ണമുള്ള അവൻ്റെ ഉടലുകൊണ്ട് അവൻ എഴുതിയിട്ടത് സ്നേഹമെന്നാണ്. സ്നേഹത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു, ക്ഷമയുടെ ആവിഷ്കാരമായിരുന്നു. അവസാനം കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത്, ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഈശോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച, നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കുരിശിലുണ്ട്, പീഠാസഹനത്തിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ പറയാൻ പോവാണോ എന്ന് വിചാരിക്കരുത്. അല്ല, ഇതൊന്നും എല്ലാം പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിള് വായിക്കണം. ഈ പീഠാസഹന രംഗങ്ങളിലൂടെ യാത്ര ചെയ്യണം. ഈ ദിവസങ്ങളിൽ നന്നായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരുന്ന്, ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് ഈ നോമ്പ് കാലത്ത് പാനവായനയും കുരിശിൻ്റെ വഴിയും ഒക്കെ ചൊല്ലി ഒരുങ്ങുമായിരുന്നു. ഇപ്പം നമുക്ക് ശരിയാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുപാട് മെച്ചമുണ്ട്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ചാനലുകളിലൂടെയും ഒക്കെ നമുക്ക് വചനം കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമുക്കിങ്ങനെ ഈ പിള്ളേർക്ക് കുറുക്ക് കൊടുക്കുന്നത് പോലെ എല്ലാം കലക്കി, എല്ലാം റെഡിയാക്കി, സ്പൂണിലാക്കി നമ്മുടെ വായിലേക്ക് വെച്ച് തരും. നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് കുറയുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വചനം വായിക്കണേ, ബൈബിള് വായിക്കണം. പീഠാനുഭവ രംഗങ്ങൾ നമുക്ക് വലിയ ആശ്വാസവും നമ്മളെ തിരുത്തുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യും, മറ്റേതു ഭാഗത്തേക്കാൾ ഉപരിയായിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വചനഭാഗം ധ്യാനിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് സ്നേഹം, ക്ഷമ, കരുണ,
ഇതെല്ലാ വിഷയങ്ങളും കൂടെ വെച്ചുകൊണ്ട് ഈ ഈശോയുടെ പീഡാസഹനം മാത്രം നമ്മളെടുത്ത് പ്രസംഗിക്കാൻ പോയാൽ അവസാനിക്കാത്ത രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അത് തീരത്തില്ല, അനന്തതയോളം നീളും. അത് ഏറ്റവും വലിയ സന്ദേശമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയ വചനഭാഗം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് അതിനെ ധ്യാനിക്കാൻ പോകണം. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ചുമ്മാ ഇരുന്ന് കൈയും വീശി ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കാലുമേ കാലും എടുത്ത് വെച്ചുകൊണ്ടിരുന്നത് കേൾക്കരുത്. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ബൈബിൾ കയ്യിൽ പിടിക്കാതെ വചനം കേട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം, നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യം മുതൽ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യം മുതൽ നിങ്ങൾ ബൈബിൾ തുറന്നു വയ്ക്കുക. ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കരുത്. ബാക്കി പൂരിപ്പിക്കാമോ? ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കരുത്. ബൈബിള് വായിക്കുന്ന ഭാഗം കേൾക്കുകയല്ല ചെയ്യേണ്ടത്. അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾക്ക് ചുമ്മാ ഊഹിച്ച് പറഞ്ഞത് ശരിയാവും. ബൈബിള് വായിക്കുമ്പോൾ കേൾക്കരുത്, പിന്നെന്ത് ചെയ്യണം? എന്ത്? ഗ്രഹിക്കണം. അത് അല്പം കൂടെ കട്ടിയായിപ്പോയി. കറക്റ്റാണ്, തെറ്റല്ല, നിങ്ങൾ പറയുന്നതൊന്നും തെറ്റല്ല. ബൈബിള് വായിക്കുമ്പോൾ കേട്ടോണ്ടിരുന്നാൽ പോരാ, ഇത് കാണണം. ബൈബിള് വായിക്കുമ്പോൾ കാണണം. ബൈബിള് വായിക്കുന്ന ഭാഗം വിഷ്വലൈസ് ചെയ്യണം. ബൈബിള് വായിക്കുന്ന ഭാഗം വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളിങ്ങനെ കാണണം. അത് ഏത് ഭാഗം വായിച്ചാലും, ഉദാഹരണത്തിന് കാനായിലെ കല്യാണ വിരുന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ എത്രയോ കാലമായിട്ട് വായിക്കുന്നു, കേൾക്കുന്നു. കണ്ടോ? അത് ഒരു തവണ കണ്ടാലുണ്ടല്ലോ പിന്നെ ഇത് പോത്തില്ല, അതവിടെ കിടക്കും. നമ്മളതിന് വിഷ്വലൈസ് ചെയ്യണം. ഒരു സിനിമ നമ്മൾ കണ്ടാൽ മറക്കോ? ഇല്ല. പക്ഷെ കേട്ട കാര്യം നമ്മൾ മറന്നുപോകും. വിഷ്വലൈസ് ചെയ്യണം. കാനായിലെ കല്യാണ വിരുന്നൊക്കെ ഞാൻ കാണുന്നത്, അതായത് ഒരു പന്തല്, ആ പന്തലിൻ്റെ തൊങ്ങലുകൾ ഡിസൈന്, ഒപ്പം അവിടെ ഈ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ നിന്നോട് ഇങ്ങനെ കുശുകുശുക്കുന്നത് അറിഞ്ഞോടി വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ മാതാവ് ഇങ്ങനെ വളരെ ഒതുക്കത്തിൽ പോയി ഈശോയെ വിളിച്ചിട്ട് തോണ്ടിയിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത്, ആ രംഗമൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം. അപ്പോൾ കാണുമ്പോൾ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകണം. മാതാവിൻ്റെ വേഷം, ഈശോയുടെ വേഷം, ഈശോയുടെ രൂപഭാവങ്ങൾ, ഇത് ഓരോന്നോരോന്നായിട്ട് കാണണം. ഇതിങ്ങനെ നടക്കുമ്പോൾ അകത്ത് ഒരു മുറിയിൽ ഇങ്ങനെ പ്രാണൻ പിടയുന്ന നൊമ്പരത്തോടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുടുംബനാഥൻ, അപമാന ഭാരത്താൽ ശിരസ്താത്തിരിക്കുന്ന കുടുംബനാഥൻ, അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാര്യ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് അതിനകത്തേക്ക് നമ്മൾ ചെന്നിട്ടുണ്ടല്ലോ. ആ കാനായിലെ കല്യാണ വീടിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മൾ നിൽക്കും. അവസാനം നമ്മളവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ നിന്നുകൊണ്ട് കാണും. ഇതിപ്പം നമ്മൾ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ കേൾക്കുകയാണ്. അതുപോരാ. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ കാണണം, വായിക്കുന്ന ഭാഗം കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അവസാനം നമ്മൾ അതിൻ്റെയൊക്കെ മൂലയ്ക്ക്, ഗലീലയിൽ കടൽ തീരത്ത് നിന്ന് ശിഷ്യന്മാരെ ഈശോ വിളിച്ചുകൊണ്ട് തൻ്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മളും അപ്പുറത്ത് മാറിയൊരു വള്ളത്തിലുണ്ട്. നമ്മളവിടെ തന്നെ ഇരിക്കണം, ഇത് കാണണം. എന്നിട്ട് പതുക്കെ ഈശോയുടെ പുറകെ ആരും അറിയാതെ അങ്ങ് നടക്കണം. അങ്ങനെ നമ്മൾ ബൈബിളിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം അങ്ങനെയെന്നാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കും, നിങ്ങൾ കാണണം. ഞാൻ വായിക്കും, നിങ്ങൾ കാണണം. കാണാൻ പറ്റും നോക്ക്. ഇത് ഒറ്റ ശ്രമത്തിലൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ബൈബിളിലും നിങ്ങൾ എന്നോടൊപ്പം വായിച്ചു പോവുക. ഒപ്പം വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഓരോന്നും വിഷ്വലൈസ് ചെയ്യണം. പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഭാഗമാണ്. അവിടെ തീ കൂട്ടിയിരിക്കുന്നത് കാണണം. അവിടെ വിറക് എന്തുമാത്രം അടുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് കാണണം. ആ തീ എന്തുമാത്രം ആളുന്നുണ്ട് എന്നത് കാണണം. പത്രോസിൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് കാണണം. അത് എത്ര പേരുണ്ടാകും, അതിനകത്ത് എവിടെയായിരിക്കും പത്രോസ് ഇരിക്കുന്നത് എന്ന് കാണണം. അവനോട് ചോദിച്ച പരിചാരികയുടെ വേഷം കാണണം. അവളുടെ കയ്യിലൊരു ട്രേ ഉണ്ടോ എന്ന് നോക്കണം. അതിലെന്തൊക്കെയുണ്ടെന്നുള്ളത് കാണണം. ഇങ്ങനെ കണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ അരമനയുടെ ഒരു മൂലയ്ക്ക് നമ്മളും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെയാവുക. അപ്പോൾ ഈ വചനം വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്പൂൺ ഫീഡിങ് അല്ല. നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ്, എൻ്റെ കൂടെ നിങ്ങൾ സഹകരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കും കർത്തൃസന്നിധിയിൽ, ദൈവസന്നിധിയിൽ, കർത്താവേ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എൻ്റെ ഒരു ചെറിയ ചെമ്പ് നാണയം കൂടെ ഇടുകയാണ് കേട്ടോ. ആ വിധവയുടെ കൊച്ചുകാശ് പോലെ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾ, നമ്മുടെ ഈ സായാഹ്നത്തിൻ്റെ ക്ഷീണം, നമ്മുടെ വീട്ടിലെ ടെൻഷൻ, ഇന്നത്തെ പകലിൻ്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ തളർച്ച, ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവേ വിധവയുടെ കൊച്ചുകാശ് പോലെ ഞാൻ എൻ്റെ ചെറിയ പരിശ്രമത്തെ എടുത്തു വെക്കുകയാണ് നിന്റെ വചനമൊന്ന് മനസ്സിലാക്കാൻ, നിന്റെ പീഡാസഹനത്തെ കുറച്ചുകൂടി ഒന്ന് ധ്യാനിക്കാൻ. ഈ എളിയവൻ്റെ, പാപിയുടെ, ബലഹീനൻ്റെ ചെറിയ പരിശ്രമത്തെ നീ വിലയുള്ളതായി കാണണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം വചനം വായിക്കാൻ. അപ്പോൾ കേൾക്കുക, ഞാൻ വായിക്കുന്നു, നിങ്ങളും അതിലൂടെ പോവുക.
ആ കാഴ്ചയൊക്കെ കാണുക. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെയായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറെ ഒരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെയായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ഹല്ലേലൂയ. വീടുകളിൽ നിന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ശിഷ്യപ്രമുഖനാണ് പത്രോസ്. അവനാണ് ഈ രംഗത്തിലെ ഹൈലൈറ്റ്, ഹീറോ, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ശരിക്കും ഈ പത്രോസ് ഒരു പൊട്ടനാണ്, നമ്മൾക്കത് മനസ്സിലാകും. പത്രോസിന് ശരിക്കും അവന് ശരിക്കും ആ തീക്ഷ്ണത നിറയുന്നത് പെന്തക്കോസ്തായ്ക്ക് ശേഷമാണ്. നമ്മളും എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ് നമ്മൾ തീ പോലെ ജ്വലിക്കുന്നത്. പത്രോസിനെ ഈശോ വിളിച്ചെടുത്ത് നിന്ന് മനുഷ്യനെ പിടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ പിന്നെ പത്രോസ് ഇത്രയ്ക്കേ ഉള്ളായിരുന്നു, ഇത്രയേ ഉള്ളൂ. അത് ഈശോയ്ക്കും അറിയാം, പത്രോസിനും അറിയാം. അതുകൊണ്ടാണ് രക്ഷയ്ക്കടിസ്ഥാനമായ പീഠാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഈശോ തൻ്റെ കൂട്ടുകാരെ, ശിഷ്യന്മാരെ പറഞ്ഞൊരുക്കുമ്പോൾ പത്രോസ് മുമ്പിൽ കയറി എന്ന് പറയുന്നത്, എന്ത്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ നല്ല ചീത്തയെ വിളിച്ചത്. പിശാചെ മാറി നിൽക്കടാ. പിശാച് ബാധിതരെ പോലും കർത്താവ് അങ്ങനെ വിളിച്ചിട്ടില്ല, പിശാചെ മാറി നിൽക്കടാ എന്ന്. ഇത് ഇപ്പോൾ ഇങ്ങനെ തള്ളി പറയാൻ മാത്രം ഫ്രജയിലാണ് പത്രോസ്. ഉയർപ്പിന് ശേഷം അല്ലെങ്കിൽ കുരിശുമരണത്തിന് ശേഷം തമ്പുരാൻ കർത്താവിനെ കാണാതായപ്പോൾ പിന്നെ മീൻ പിടിക്കാൻ പോയവനാണ് പത്രോസ്. ഏത് വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വഴിയെ വന്നോ പിന്നെയും ആ വഴിയിലേക്ക് പോയ സാധുവാണ്. പക്ഷേ ഒരിക്കൽ പെന്തക്കോസ്തായിൽ അഗ്നിനാവായി അഭിഷേകം നിറഞ്ഞപ്പോൾ പിന്നെ പത്രോസിനെ പിടിച്ചാൽ കിട്ടില്ല. ഒറ്റ പ്രസംഗത്തിൽ 4000 പേര്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ജ്വലിക്കുകയായിരുന്നു. ഒടുവിൽ കുരിശിൽ തറച്ചു കൊല്ലാൻ വേണ്ടി കൽപ്പന വന്നപ്പോൾ ഈ കൽപ്പന പുറപ്പെടുവിച്ച ശത്രുവിനെ പോലും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് മരിച്ചതാണ്, അങ്ങനെ മരിക്കാൻ എനിക്ക് അർഹതയില്ല, അതുകൊണ്ട് തലകീഴായിട്ട് കുരിശിലിട്ടേക്കാൻ പറഞ്ഞു. അവിടെ പോലും അവൻ കുലുങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയാൻ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് കിട്ടിയ ദൈവാനുഭവം എല്ലാം ഇങ്ങനെ കൊണ്ട് ജ്വലിക്കുന്നത്, നമ്മൾ ധീരതയോടെ സാക്ഷ്യം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ ശരിക്കും പത്രോസ് ക്രിസ്ത്യാനികളുടെ മാതൃകയാണ്. നമ്മുടെ ഈ പറഞ്ഞ വീഴ്ചകളുടെ, ബലഹീനതകളുടെ ഒക്കെ മാതൃകയാണ് പത്രോസ്. ഇവിടെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നു. എന്ത് കാര്യമായിട്ട് കർത്താവ് തമ്പുരാൻ ചേർത്ത് പിടിച്ചതാണ്, എന്നിട്ടും തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു. നേരത്തെ വാണിംഗും കൊടുത്തു, എൻ്റെ കുഞ്ഞെ, നീ എന്നെ തള്ളിപ്പറയാൻ ചാൻസ് ഉണ്ടടാ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും, നീ അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക എന്ന് പ്രത്യേകം സൂചനയും കൊടുത്തതാണ്. എന്നിട്ടും പത്രോസ് വീണുപോയി. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആ പാതകത്തിലേക്ക് പത്രോസിനെ നയിച്ചത് 3 കാര്യങ്ങളാണ്. എന്താണ് കർത്താവിനെ തള്ളിപ്പറയുന്നതിലേക്ക് പത്രോസിനെ നയിച്ചത്? നിങ്ങൾ ഇനി അത് ബൈബിൾ വായിക്കണമെന്നില്ല, കാരണം നിങ്ങളത് കണ്ടെങ്കിൽ ആ കാഴ്ചയിൽ അതെല്ലാം ഉണ്ടായിരുന്നു.
പത്രോസ് പ്രധാനാചാര്യൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നത് എങ്ങനെയാണ്? കർത്താവ് ഈശോയെ ആദ്യം അതുവഴി കൊണ്ടുപോയി. പത്രോസ് എങ്ങനെ വന്നു? നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നോ പത്രോസ് എങ്ങനെ വന്നു എന്നുള്ളത്? അത് കർത്താവ് തമ്പുരാനെ തള്ളിപ്പറയുന്ന ആ മഹാപരാധത്തിലേക്ക് പത്രോസ് നയിക്കപ്പെട്ടത് ആദ്യം ഒരു ചെറിയ പാപം, ഒരു ചെറിയ വീഴ്ച, ഒരു ചെറിയ തെറ്റ് അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതാണ് ആ തെറ്റ്? പത്രോസ് ഒന്നാമത്തെ വാക്യം, ആദ്യത്തെ വാക്യം, അത്രേ ഉള്ളൂ. ഈ ശിഷ്യന്മാരെ പണ്ട് കർത്താവ് തമ്പുരാൻ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞില്ലേ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ എന്നൊക്കെ പറഞ്ഞില്ലേ വിളിച്ചു കൂട്ടിയത്. അങ്ങനെ വിളിച്ചു കൂട്ടിയ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാമോ ആദ്യം പറഞ്ഞ കാര്യം? തന്നോട് കൂടെയായിരിക്കാൻ ക്രിസ്തു ശിഷ്യൻ മിശിഹാ തമ്പുരാന്റെ അനുയായി കർത്താവിൻ്റെ കൂടെ നടക്കണം. പത്രോസിന് പറ്റിയ ആദ്യത്തെ വീഴ്ച എന്താ പറ്റിയത്? കർത്താവിൽ നിന്ന് അകലമിട്ടു. കർത്താവിൻ്റെ പുറകെ ഉണ്ടോ? ഉണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. ക്രിസ്ത്യാനികളാണ് നമ്മളൊക്കെ. കർത്താവിൻ്റെ പുറകെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ വേറെ ആരുടെയും പുറകെ പോയിട്ടില്ല. മറ്റൊരാളുടെയും പുറകെ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ കാർന്നവന്മാരും പോയിട്ടില്ല. പണ്ട് തോമാസ് ലീഹ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ആദ്യം മുങ്ങിയതാണ് ഞങ്ങൾ കൂട്ടര്. പകലോ മറ്റത്തും നേരെ പൊട്ടിമുളച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഭയങ്കര സ്ഥാപിക്കലാണ് ഞങ്ങൾ ഇന്നും ക്രിസ്ത്യാനികളായിരുന്നു. ഞങ്ങൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളച്ച കൂണുകളൊന്നുമല്ല. പരമ്പരാഗത ക്രിസ്ത്യാനികളാണ്. പണ്ട് തൊട്ടേ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ. പുറകെ നടക്കുന്നുണ്ട് നമ്മളൊക്കെ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അടുത്താണോ അകലെയാണോ? ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റുന്നത്, നമ്മൾ ഈശോയെ അനുഗമിക്കുമ്പോഴും അകലമിട്ട് അനുഗമിക്കുന്നു എന്നുള്ളതാണ്. അതിലെന്താ തെറ്റ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ അകലമിട്ട് അനുഗമിക്കുന്നറിയാമോ? ഇത്രയൊക്കെ മതി എന്നൊരു വാക്ക് വല്ലാണ്ട് കയറി വരുന്നു. പ്രാർത്ഥന, ഇത്രയൊക്കെ മതി. പള്ളിയിൽ പോക്ക്, ഇത്രയൊക്കെ മതിയെന്ന്. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഓവറായാൽ എല്ലാം അപകടമാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഡയലോഗുകൾ. കൂടിയാൽ എല്ലാം അപകടമാണ്. ഇത്രയൊക്കെ മതി, എല്ലാം ഇത്രയൊക്കെ മതി. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു തെറ്റാണോ? അത്ര വലിയ തെറ്റാണെന്ന് തോന്നില്ല നമുക്ക്. പക്ഷേ ഓർക്കേണ്ട കാര്യം, അകലമിട്ട് കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ടോ? നീ അനുഗമിച്ചു തുടങ്ങിയോ? ഇതിന്റെ അവസാനം എവിടെയായിരിക്കും എന്നറിയാമോ? തള്ളിപ്പറയലിലായിരിക്കും. അതുകൊണ്ട് അത് റിസ്ക് ആണ്. ദയവ് ചെയ്ത് കർത്താവിന്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ച് കൊച്ചു നടക്കുന്നത് പോലെ അള്ളിപ്പിടിച്ച് നടക്കണേ. അകലമിട്ട് നടക്കരുത്. അത് റിസ്ക് ആണത്. അത് അവസാനം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് കർത്താവിനെ തള്ളിപ്പറയുന്ന മഹാപാതകം നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. അതുകൊണ്ട് പറ്റിച്ചേർന്ന് നടക്കുക. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യ്. കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ വേല ചെയ്യ്. ശരിയാണ്, നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആത്മീയത ഒരു ഒളിച്ചോട്ടമായി മാറിപ്പോകരുത്. കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ വേല ചെയ്യുന്നൊക്കെ പ്രസംഗിക്കാൻ പേടിയാണിപ്പോൾ. കാരണം ഭർത്താവാണ്, അപ്പനാണ്, ഭാര്യയാണ്, അമ്മയാണ്. ഈ ഉത്തരവാദിത്തങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എസ്കേപ്പിസമായിട്ട് സ്പിരിച്വാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കരുത്. ദൈവസന്നിധിയിൽ നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് എന്ത്? ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, കുഞ്ഞുങ്ങളുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയേ പറ്റൂ. ഒരിക്കലും അതിന് പകരമാകില്ല ഒരു സുവിശേഷ പ്രഘോഷണവും സുവിശേഷ വേലയും. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തമ്പുരാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് വെടിപ്പായും വൃത്തിയായും ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ധീരസാക്ഷിയായിരിക്കാനും കഴിയണം. അതാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന പരിപാടി. അല്ലാതെ പിന്നെ ഭർത്താവിനെയും ഭാര്യയെയും നോക്കാതെ, മക്കളെ നോക്കാതെ, കുടുംബത്തിനകത്ത് വീട്ടകത്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ സുവിശേഷ വേലെന്ന് പറഞ്ഞുകൊണ്ട് പാണ്ടക്കെട്ട് എടുത്ത് ഇറങ്ങിത്തിരിക്കുന്നതിനെ കർത്താവിൻ്റെ വഴിയെ നടക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയത് പറയാൻ പറ്റുന്നത്? എനിക്കറിയാൻ പറ്റില്ല എങ്ങനെയത് പറയാൻ പറ്റുമെന്ന്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയവരാണ്. വിവാഹ ജീവൻ നയിക്കുന്നവർ അല്ലെങ്കിൽ ഈ കുടുംബത്തിനകത്തുള്ളവർ, അവർക്കൊക്കെ പ്രഥമ ഉത്തരവാദിത്തം അങ്ങോട്ടുണ്ട്. അത് ചെയ്യണം. അത് മാത്രമായി പോകരുത്. ചിലർക്ക് അങ്ങനെയാണ് പറ്റുന്നത്. ചിലർ പറഞ്ഞു, എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപകടം വിളിച്ചു വരുത്തുകയാണ്. അത് ഓർത്തേക്കണേ, അപകടം വിളിച്ചു വരുത്തുകയാണ്. ലോകത്തൊന്നും കർത്താവിനേക്കാൾ പ്രധാനപ്പെട്ടതാകരുത്. ഈവൻ കുടുംബം പോലും ലോകത്തൊന്നും കർത്താവിനേക്കാൾ പ്രധാനപ്പെട്ടതാകരുത്. കർത്താവിനേക്കാൾ പ്രധാനമായിട്ട് പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് വേറൊന്ന് കയറി വരുമ്പോൾ അതൊക്കെ വിഗ്രഹാരാധനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ഓർക്കുക, ആദ്യം പറഞ്ഞ കാര്യം, അകലമിട്ട് കർത്താവിനെ
അനുഗമിക്കരുത്. അകലമിട്ട് അനുഭവിക്കുന്നവർ അത്ഭുതത്തിനായി കേഴരുത്. നടക്കില്ലത്. ഇത്രയൊക്കെ മതി എന്ന് ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയരുത്. നടക്കില്ല. കാരണം നീ തന്നെ അകലെ വിട്ടു വെച്ചിരിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. കാനായിൽ അറിയാണ്ട് പോകുന്നതാണ്. കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികൾ എന്തുമാത്രം നിറച്ചു, പരിചാരകർ എന്തുമാത്രം നിറച്ചു. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. എന്തുമാത്രം നിറച്ചു? വക്കോളം നിറച്ചു. വക്കോളം നിറച്ചു. വിഷ്വലൈസ് ചെയ്യണം. പിന്നെയും 6 കൽഭരണി പിന്നെയും കൊണ്ട് ഒഴിക്കുകയാണ്. കുടം കണക്ക് കൊണ്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചൊഴിച്ചൊഴിച്ച് അവസാനം ഇതിങ്ങനെ നിറഞ്ഞു തുളുമ്പിയ പരുവത്തിലാണ് അവന്മാർ നിർത്തുന്നത്. വക്കോളം നിറച്ചു വെച്ചിരിക്കുകയാണ്. വക്കോളം നിറച്ചു വെച്ച കൽഭരണികൾക്ക് മേലാണ് കർത്താവ് തമ്പുരാന്റെ അത്ഭുതം വന്നിറങ്ങുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താ ഉത്തരം എന്നറിയാമോ? നമ്മുടെ ഒന്നും കൽഭരണികൾ വക്കോളം നിറയുന്നില്ല. നമ്മുടെ ഒന്നും കൽഭരണികൾ വക്കോളം നിറയുന്നില്ലെന്നേ. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇന്ന് 2 രഹസ്യം മതി, ക്ഷീണമാണ് എന്ന് പറയുമ്പോൾ കൽഭരണി ഒരു 1/4 ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. പള്ളിയിൽ പോകാന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കൊറോണയാണ്, അതുകൊണ്ട് പള്ളിയിൽ പോകുന്നു, നമുക്ക് ഓൺലൈൻ ഉണ്ടല്ലോ, അത് മതി എന്ന് പറയുമ്പോൾ വക്കോളം നിറയുന്നില്ലെന്ന്. അല്ല, ഇത്രയ്ക്ക് വരുന്നുള്ളൂ. എന്ന് നീ ഇതിങ്ങനെ വക്കോളം നിറച്ച് കർത്താവ് തമ്പുരാനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ട് ദേ കൽഭരണി നിന്റെ മുമ്പിലേക്ക് നീട്ടിവെക്കുകയാണ്, ഇനി നീ തൊട്, ഇനി നീ അത്ഭുതം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ അത്ഭുതങ്ങൾ നടക്കും. അകലമിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന മണ്ടത്തരം നമ്മൾ ചെയ്യരുത്. അത് ആത്യന്തികമായിട്ട് നമ്മളെ നയിക്കുന്നത് തള്ളിപ്പറയിലേക്കായിരിക്കുമെന്ന് ഓർക്കണേ. അടുത്തത് 2ാമത്തെ തെറ്റ്. ഇനി നിങ്ങൾക്ക് ട്രാക്കിലേക്ക് വന്നു. 4ഉം 2ഉം 6 പേരേ ഉള്ളൂ. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു ചെറിയ യാചകണത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് പറയാം, അടുത്ത മണ്ടത്തരം. ഇതൊക്കെ മണ്ടത്തരങ്ങളായിട്ട് കരുതിയാൽ മതി. പത്രോസ് പാവമാണ്. നമ്മളൊക്കെ പാവങ്ങളാണ്. നമ്മളതിന് ദുഷ്ടന്മാരൊന്നുമല്ല, കാപാലികന്മാരൊന്നുമല്ല. നമ്മളാരും കാപാലികൊന്നുമല്ല. നമുക്ക് മണ്ടത്തരങ്ങളാണ് പറ്റുന്നത് ആത്മീയ ജീവിതത്തിൽ. കെയർലെസ്നെസ് ആണ്. അശ്രദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വീഴ്ചയെന്ന് പറയുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും, പക്ഷെ പിന്നെ അതിനൊക്കെ വില കൊടുക്കേണ്ടി വരികയാണ്. അതുപോലെയാണ് പത്രോസിനും പറ്റുന്നതൊക്കെ. അതുകൊണ്ട് വലിയ ക്രൂരതയൊന്നും ചെയ്തായിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയ മണ്ടത്തരങ്ങൾ. അടുത്ത മണ്ടത്തരം എന്താണെന്നറിയാമോ? 1ാമത് അകലമിട്ട് അനുഗമിച്ചു. 2ാമത്തത് തീ കായാനിരുന്നു എന്നതിനേക്കാളും വേറൊരു വാക്കിലേക്കാണ് എൻ്റെ സ്ട്രെസ് വരേണ്ടത്. ആരുടെ കൂടെ? അവരുടെ കൂടെ ഇരുന്നുള്ളത് കറക്റ്റാണ്. നിങ്ങൾ അവരെ കണ്ടായിരുന്നോ? ബൈബിള് വായിച്ചപ്പോൾ സീൻ കണ്ടായിരുന്നോ? അവരെ കണ്ടായിരുന്നോ? അവരുടെയൊക്കെ മുഖഭാവം എന്താ? അത് കണ്ടോ? അവരുടെയൊക്കെ മുഖത്ത് എന്താ ഉള്ളേ? അവരുടെയൊക്കെ മുഖത്ത് ഈശോയോടുള്ള വെറുപ്പ്, ഈശോയെ പിടിച്ചതിലുള്ള സന്തോഷം. അപ്പോൾ ഇവരൊക്കെ ആരാണ്? ഈശോയുടെ ശത്രുക്കളാണ്. ഈശോയുടെ ശത്രുക്കളുടെ കൂടെ പന്തിയിലിരുന്നാൽ അവസാനം നീ തള്ളിപ്പറയേണ്ടി വരും. പത്രോസിനെ പറ്റി 2ാമത്തെ അപകടം അതാണ്. അവൻ അവരുടെ കൂടെ ഇരുന്നതേ ഉള്ളൂ. വല്ല തെറ്റും ചെയ്തോ? ഒന്നും മിണ്ടിയില്ലല്ലോ, ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അവൻ ഒരു കുറ്റവും ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. കർത്താവിനെ കൊല്ലണമെന്ന് പറഞ്ഞോ പത്രോസ്? കർത്താവിനെ കുറിച്ചൊരു മോശം കാര്യം പറഞ്ഞോ? ഒന്നുമില്ല. അവരുടെ കൂടെ പോയിരുന്നതേ ഉള്ളൂ. കർത്താവിനെ എതിർക്കുന്നവരുടെ കൂടെ പോയിരുന്നു. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറ്റും. നമ്മളിരിക്കുന്ന സർക്കിൾസ് നോക്കണം. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കലിങ്കയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കലിങ്കയിലും ചായക്കടയിലും ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നവരുണ്ടായിരുന്നു. നമ്മൾ എവിടെ ഇരിക്കുന്നെന്ന് നോക്കണം. നമ്മുടെ സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ സൈബർ സ്പേസ്, നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ്? ഞാൻ ചില ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്. ചില ഗ്രൂപ്പുകളിൽ ഈ കർത്താവ് തമ്പുരാനെ നാണം കെടുത്തുന്ന, സുവിശേഷത്തെ വിലമതിക്കാത്ത, കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ അപകീർത്തിപ്പെടുത്തുന്ന സംഘങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചില ആൾക്കാരോട് ചോദിക്കും, എന്തിനാ ഇതിനകത്തൊക്കെ പോയിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ ന്യായവാദം എന്നറിയാമോ? ഞങ്ങളൊന്നും പറയത്തില്ല അച്ഛാ, ഞങ്ങളായിട്ടൊന്നും പറയത്തില്ല. പിന്നെ എന്തിനാ അതിനകത്ത് കുത്തിയിരിക്കുന്നത്? എന്നെ പറ്റുന്നറിയാവോ? കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോയി ഇരുന്നാൽ വളരെ സാധാരണമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഒരാൾ ഇങ്ങനത്തെ, ഞാനിത് വളരെ പ്രാക്ടിക്കൽ ഉദാഹരണം പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അന്ന് പത്രോസ് തീ കൂട്ടുന്നതിനിടയ്ക്ക് ചുറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ആയതുകൊണ്ടാണ്. നിങ്ങളതിനെ അങ്ങനെ എടുത്താൽ മതി. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, അതിനകത്ത് നമ്മളും അംഗമാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം, പ്രമാണിമാരെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്
ഈ സഭാവിരുദ്ധമായ, മിശിഹാവിരുദ്ധമായ, സുവിശേഷ വിരുദ്ധമായ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ ന്യായീകരിക്കുന്നത്, ഞാൻ അതിനകത്ത് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, ഇവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാനൊരു തംസപ്പ് പോലും ഇടാറുമില്ല, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ ക്ലീനാണ്, ഞാൻ ഡീസൻ്റാണ്. പക്ഷേ കുറേ നേരം, കുറേ കാലം ഇതിങ്ങനെ കണ്ട് അവസാനം നമ്മളും അതിലേക്കാകും. അതെന്താ കാര്യം? ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മൾ ബലഹീനരാണ്. നമ്മളാരും മോശക്കാരല്ല, നമ്മളൊക്കെ ബലഹീനരാണ്. അതുകൊണ്ട് ആരുടെ കൂടെ ഇരിക്കുന്നു, ആരുടെ സംസാരം കേൾക്കുന്നു, ആരോടൊപ്പം എൻ്റെ മേശ പങ്കിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ബലഹീനരാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. കർത്താവിനെ എതിർക്കുന്നവരുടെ പക്ഷത്ത് പോയിരിക്കരുത്. ചിലരുണ്ട് ഭയങ്കര സാഹസം കാണിക്കും, അവിടെ പോയിരുന്നാലും ഞാനായിട്ടിരിക്കും. ഇല്ലെന്നേ, പത്രോസ് വീണുപോയി, പത്രോസ് വീണുപോയി, പിന്നെയാണോ നമ്മൾ? അതുകൊണ്ട് ആ മണ്ടത്തരം കാണിക്കരുത്. കർത്താവിനെ എതിർക്കുന്നവരുടെ സംഘത്തിൽ പോയിരിക്കരുത്. ഒന്നുകിൽ എതിർക്കാൻ ചങ്കൂറ്റം ഉണ്ടാകണം, നമുക്ക് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ അവിടുന്ന് എണീറ്റ് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ചെയ്ത മൂന്നാമത്തെ തെറ്റ്, അതായത് പത്രോസ് എത്ര നേരം അവിടെ ഇരുന്നു? അത് കണ്ടായിരുന്നോ നിങ്ങൾ? അത് വിഷ്വലൈസ് ചെയ്തപ്പോൾ, സീൻ, രംഗം ക്രിയേറ്റ് ചെയ്തപ്പം അങ്ങനെ ഒരു കാഴ്ച കണ്ടായിരുന്നോ? 2-3 പേര് വന്ന് ചോദിക്കുന്നതായിട്ടല്ലേ നമ്മൾ കണ്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഒരു പരിചാരക വന്നു, അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്തയാൾ വന്നു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ആൾ വരുന്നത്. അതായത് ആ നേരം കൊണ്ട് അവൻ അവിടെ കിടന്നങ്ങ് മെഴുകുകയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. സൂചന കിട്ടിയെന്നേ, എടാ ഇത് ശരിയല്ലടാ, എണ്ണീറ്റ് പോ, നിന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല ആരും, നീ ചെയ്യാൻ പാടില്ല, എണ്ണീറ്റ് പോ എന്നൊക്കെ സൂചന കിട്ടി. എന്നിട്ടും അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ കെൽപ്പില്ലാതെ വീണ്ടും ആ ചെളിക്കുണ്ടിൽ ഇരിക്കുകയാണ്. നമുക്ക് പറ്റുന്ന അപകടം ഇതാണ്. മൂന്നാമത്തെ അപകടമാണ്. നിങ്ങൾക്കറിയോ, കുറച്ചെങ്കിലുമൊക്കെ വിശ്വാസത്തിലും ഭക്തിയിലും സത്പ്രവർത്തികളിലുമൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പൂർവ്വകാലത്ത്, ഇപ്പം അത്രയും വലിയ മെച്ചമൊന്നുമില്ല, പണ്ട് നല്ലതായിരുന്നു. ഇപ്പം ഓരോ കാലം കഴിയുമ്പോഴും നമ്മളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടത്. അത് ചെറുപ്പത്തിലൊക്കെ നല്ല കൊച്ചായിരുന്നു, ഇപ്പോഴും അത്ര മോശമല്ല, എന്നാലും അത്ര പഴയ മെനയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ വല്ല കന്നന്തിരിവൊക്കെ കാണിക്കുമ്പോൾ, ചില ഉഴപ്പുകളൊക്കെ കാണിക്കുമല്ലോ, എല്ലാവരും നമുക്ക് കൂട്ടൊക്കെയാണ്. ഉഴപ്പുകളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറയും, നീ വരണ്ട, ഇതിനകത്ത് വരണ്ട. അതെന്തുകൊണ്ടാ? ഇഷ്ടക്കേടുകൊണ്ടല്ല, മറിച്ച് ഇത് നിനക്ക് പറ്റുന്നതല്ലടാ. അതാര് പറയുന്നു? വേറൊരാൾ നമ്മളോട് പറയുകയാണ്, ഇത് നിനക്ക് പറ്റുന്നതല്ല, ഇതിനകത്ത് ഞങ്ങൾ മതി, നീ വേണ്ട. ഇതുപോലെയാണ് അല്പം വിശ്വാസത്തിലേക്ക്, ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് സുവിശേഷ താല്പര്യത്തോടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളിൽ നിന്നൊക്കെ ചുറ്റുമുള്ളവർ കുറേയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പരിചാരക വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, നീയും അവൻ്റെ ആളല്ലേ? നമ്മൾ കാലാകാലങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മനസ്സോടെയാണ്? അവൾ ഇവനെ കണ്ടുപിടിക്കാമെന്നതാണ് എന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ചിന്തിച്ച് നോക്കിയേ, അവൾ ചോദിച്ചതിനകത്ത് വേറൊരു അർത്ഥം. എടാ, നീ അവൻ്റെ ആളല്ലേ, നീ എന്താ ഇവിടെ? നിനക്ക് പറ്റിയ സ്ഥലമല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? വി ഡോണ്ട് എക്സ്പെക്ട് യു ഹിയർ. നിന്നെ ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നില്ല. ക്രിസ്ത്യാനിയെ ചില പാപയിടങ്ങളിൽ മറ്റാളുകൾ പോലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഓർക്കണേ. ക്രിസ്ത്യാനിയെ ചില പാപയിടങ്ങളിൽ മറ്റാളുകൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. നീ ക്രിസ്ത്യാനിയല്ലേടാ, എന്നിട്ടാണ് ഇത് കാണിക്കുന്നത് എന്ന് ചോദിക്കും. പണ്ട്, ഇന്നില്ല. നിങ്ങൾക്കറിയാമോ, പണ്ട് നമ്മുടെ നാട്ടിൽ അതൊന്നും പറയാൻ പാടില്ല, ജാതി വ്യവസ്ഥയൊന്നും പറയാൻ പാടില്ലാത്ത, എന്നാലും അതിൻ്റെ ഒരു വില മനസ്സിലാക്കാൻ വേണ്ടി പറയും. ജാതി വ്യവസ്ഥ അല്ലത്, എന്നാലും പണ്ടത്തെ നമ്മുടെ സഭാചരിത്രമൊക്കെ വായിക്കാൻ മനസ്സിലാക്കുന്നതാണ്. അന്നത്തെ ഒരു ചിന്തയുണ്ടല്ലോ, വീട് അശുദ്ധമായി പോകുന്നു എന്നൊക്കെ ചിന്തയുണ്ട്. വീട് അശുദ്ധമായി, തൊട്ടുകൂടായിക, തീണ്ടിക്കൂടായിക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ അശുദ്ധി മാറ്റാൻ നസ്രാണിയെ കയറ്റി ഇറക്കിയാൽ മതി. വീട്ടിൽ കൂടെ നസ്രാണിയെ കയറ്റി ഇറക്കിയാൽ വീട് ശുദ്ധമാകും എന്ന് വിചാരിച്ചിരുന്നൊരു നാടാണിത്. കാരണം എന്താ? അങ്ങനെ ജീവിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് നസ്രാണി കയറി ഇറങ്ങിയ വീട് അശുദ്ധമാകും. ഇന്നിപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാക്ഷ്യം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നേ. അങ്ങനെ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അതായത് ഈ നമ്മുടെ അച്ഛന്മാരൊക്കെ ചിലർ വീണ് പോകുമ്പോൾ
സിസ്റ്റേഴ്സ് ചിലർ വീണ് പോകുമ്പോൾ അത് വാർത്തയാകുന്നില്ലേ? നമ്മളതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? മാധ്യമങ്ങൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു, നിഗൂഢ അജണ്ടകളുണ്ട്, കുറേയൊക്കെ കാണും, അങ്ങനെ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ഇന്നും ഒരച്ഛൻ വീണ് പോകുമ്പോൾ അത് വാർത്തയാകുന്നില്ലേ? അത് വാർത്തയാകാത്തൊരു കാലത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഒരച്ഛന് തെറ്റുപറ്റുമ്പോൾ, ഒരു കന്യാസ്ത്രീക്ക് തെറ്റുപറ്റുമ്പോൾ, ഒരു മെത്രാൻ അച്ഛനൊരു കുറേ ചെറിയ തെറ്റ് പറ്റുമ്പോൾ ഇന്നും അത് വാർത്തയാകുന്നില്ലേ? പക്ഷെ അത് വാർത്ത പോലും ആകാത്തൊരു കാലത്ത് ചിന്തിച്ച് നോക്കിയേ. അതായത് അതിനകത്തൊരു വാർത്താ പ്രാധാന്യം ആർക്കും ഫീൽ ചെയ്യുന്നില്ല. ഇത് സ്ഥിരമുള്ളതാണ്, ഇതിനകത്ത് പിന്നെ വാർത്ത എന്ന് ചിന്തിക്കുന്നൊരു കാലം അപകടമാണ്. ഇന്നും അത് വാർത്തയാകുന്നുണ്ടെങ്കിൽ, അതാരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമ്മളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. ആരും ക്രിസ്ത്യാനിയിൽ നിന്നൊരു പാപം പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് എൻ്റെ കാര്യം. അതിന് സൂചന കിട്ടി, പത്രോസിന് പല ആവർത്തി സൂചന കിട്ടി. എന്നിട്ട് പിന്നെയും അവിടെ ഇരിക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ചില പാപങ്ങളിൽ നിന്ന് എണ്ണീറ്റു പോ എന്ന് നമുക്കിതിനകം എത്ര പ്രാവശ്യം സൂചന കിട്ടിക്കഴിഞ്ഞു. ചില പാപങ്ങളിൽ നിന്ന് എണ്ണീറ്റു പോ, നിന്റെ ജീവിതത്തിൽ ഈ പാപം വേണ്ട, നീ ഇവിടെ ഇരിക്കണ്ട, ഈ പാപം നീ ചെയ്യരുത് എന്നൊക്കെ നമുക്ക് പല വിധത്തിൽ സൂചന കിട്ടിയില്ലേ? എന്നിട്ടും പിന്നെന്തേ അതിനകത്ത് തന്നെ നമ്മളിങ്ങനെ ആണ്ടുകിടക്കുന്നു. എഴുന്നേറ്റു പോകണം. പത്രോസിന് പറ്റിയ മൂന്നാമത്തെ അപകടം, സൂചനകൾ കിട്ടിയിട്ടും വീണ്ടും അതിൽ തന്നെ തുടർന്നു. ചില പാപങ്ങളോട് നമുക്ക് പ്രിയമായി മാറുകയാണ്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഒരു സംഭവമുണ്ട്. സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്ത് സംഭവിച്ചതാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഭീകരർ കയറിയിട്ട് അവിടെ ആ സൂപ്പർ മാർക്കറ്റിനകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ബന്ദികളാക്കി. എന്നിട്ട് സർക്കാരുമായിട്ട് വിലപേശൽ നടത്തുകയാണ്. ഇത് ദിവസങ്ങൾ ഇവരിങ്ങനെ ബന്ദികളായിട്ടിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ ബന്ദികളായിട്ടിരുന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? എന്ത് പറ്റി? കുറെ കഴിഞ്ഞപ്പോൾ തടവിലാക്കപ്പെട്ട ആളുകളും ഈ ഭീകരരും തമ്മിൽ കൂട്ടായി. ഇവർ തമ്മിൽ നല്ല സിങ്കായി. ഇവരിങ്ങനെ ജോളിയായിട്ടൊക്കെ സൂപ്പർ മാർക്കറ്റിനകത്ത് അവിടെ ഇരിക്കുന്നൊക്കെ എടുത്ത് കഴിച്ച് ഇവരിങ്ങനെ കമ്പനിയായിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടത്തിൽ പറ്റിയത്, രക്ഷപ്പെടുത്താൻ വന്ന പട്ടാളക്കാരെ ഇവരൊരുമിച്ച് ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. അതിൻ്റെ പേരാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ചില പാപങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ടിരുന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമുക്ക് ആ പാപങ്ങളോട് പ്രിയമാകും, ആ പാപം നമുക്ക് ശീലമാകും. ചില പാപങ്ങളോട് നമുക്ക് പ്രിയമുണ്ട്, ചില പാപങ്ങൾ നമുക്ക് ശീലമാണ്. എന്നിട്ട് നമ്മൾ അങ്ങ് വ്യാഖ്യാനിച്ച് കളയും, ഇതെൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഇതെൻ്റെ ഹാബിറ്റാണ്, മാറ്റാൻ പറ്റില്ല. അതല്ലായിരുന്നല്ലോ, ആരംഭം മുതലേ ഈ പാപം നിനക്കില്ലായിരുന്നല്ലോ. ചെയ്ത് 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 ശീലമായി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കുകയാണ്, ഇതെൻ്റെ നേച്ചറാണെന്ന്, ഇതെൻ്റെ പേഴ്സണാലിറ്റി ആണെന്ന്. ഇതാണ് സംഭവം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ചില പാപങ്ങളോട് നമുക്ക് പ്രിയമായി പോകുന്നു. പണ്ടൊരു പ്രയോഗമുണ്ടായിരുന്നു. കന്യാസ്ത്രീ അമ്മമാര് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കുമ്പോൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്നൊരു വാക്കുണ്ടായിരുന്നു, പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുക. പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുക. ഇന്നത്തെ അപകടം, പാപങ്ങളോട് നമുക്ക് വെറുപ്പില്ല. പാപങ്ങളോട് വെറുപ്പില്ലെന്ന് മാത്രമല്ല, ചില പാപങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. പിന്നെ എങ്ങനെ അതിനെ ഉപേക്ഷിക്കും? ഇതാണ് ഇപ്പോഴത്തെ അപകടം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പത്രോസിന് പറ്റിയത് നമ്മൾ ആത്മശോധന ചെയ്യണം. ഒന്നാമത്തത്, അകലെയായിട്ട് ഈശോയെ അനുഗമിച്ചു, അപകടം. 2, കർത്താവിനെ എതിർക്കുന്നവരുടെ കൂടെ ഇരുന്നു, അപകടം. 3, സൂചനകൾ കിട്ടിയിട്ടും പാപത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു പോകാതെ അവിടെ തന്നെ ആണ്ടിരുന്നു, അപകടം. ഇനി പത്രോസിൻ്റെ തിരിച്ചുവരവിനെ നമ്മൾ ധ്യാനിക്കണം. അവിടെ ആരാണ് പത്രോസിൻ്റെ തിരിച്ചുവരവിന് നാന്ദിയായത്? ആരാണ്? പരിശുദ്ധാത്മാവ്. പണ്ട് സൺഡേ സ്കൂളിൽ നമുക്ക് ഉത്തരം അറിയാൻ മേലാത്ത എല്ലാത്തിനും പരിശുദ്ധാത്മാവ് എന്നൊക്കെ എഴുതി വെച്ച് ആരെ മാർക്ക് തരും? പരിശുദ്ധ അമ്മ. അല്ല, ഇവിടെ ഈ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ബൈബിൾ ഭാഗം എടുത്ത് വെച്ചിട്ട് നോക്കി 54-ാമത്തെ വാക്യം തൊട്ട് 62-ാമത്തെ വാക്യം, 8 വാക്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ ധ്യാനം മുഴുവൻ. ഇത് ഇതിനകത്ത് നിന്നുകൊണ്ട് വേറൊരു ജീവി അവിടെ വന്നിട്ടില്ലേ? ആരാണത്? നിങ്ങൾ അങ്ങനെ ഒരു ജീവിയെ കണ്ടേയില്ലേ? ഞാനാണെങ്കിൽ അതിൻ്റെ വാല് കണ്ടു, അതിൻ്റെ പപ്പും പൂടയും കണ്ടു, അതിൻ്റെ തലയിലെ പൂവ് കണ്ടു. നിങ്ങളതിനെ കണ്ടത് അതൊക്കെ വളരെ സാധാരണ അല്ലേ? അല്പം കൂടെ വലിയ മുഴുപ്പുള്ള വല്ലതായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ. ഇതിപ്പം വിഷ്വലൈസ് ചെയ്തപ്പോൾ കോഴിയൊന്നും വലിയ റോളില്ലാതായി പോയി. ആ കോഴി ഇന്നിപ്പോൾ കോഴിക്ക് വേറെ അർത്ഥമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോഴി എന്നൊക്കെ ഒരുപാട് തവണ പറയാൻ പറ്റത്തില്ല. ഒരു കോഴിക്കൂവലാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നത്. നമ്മൾ ഈ മുഴങ്ങുന്ന വചനമില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന വചനവേദികൾ, നമുക്ക് കിട്ടുന്നൊരു കുമ്പസാരത്തിൻ്റെ ഉപദേശം,
നമ്മുടെ തോളത്തട്ടിട്ട ഇങ്ങനെ നടന്നാൽ മതി എന്നുകൊണ്ട് അടി, നമ്മുടെ അമ്മയുടെ ഒരു കണ്ണീര്. നമ്മുടെ അമ്മ ചിലപ്പോൾ കരയത്തില്ലേ, അമ്മ പറയുക ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ. ഇങ്ങനത്തെ പല ജസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കോഴി കൂവലുകളാണ്, ഒരു ക്ഷണമാണ്. മോനെ തിരിയെ, നീ പ്ലീസ് കം ബാക്ക്, നീ തിരിയെ. എങ്ങോട്ട് തിരിയണം? ഒരു നോട്ടം നോക്കിയാൽ മതി, കർത്താവിലേക്കൊരു നോട്ടം നോക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് ഈ വചനപ്രഘോഷണം പോലും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ടോ ഇനി വരുന്ന ദിവസങ്ങളിലോ ഇതെടുത്ത് ഇനി കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതൊരു കോഴിക്കൂവലായിട്ട് ഫീൽ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ്. എടാ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ലടാ. അതിനകത്ത് ആ കോഴിക്കൂവലിനകത്ത് മറ്റൊന്നുമില്ല, ഒരു ചെറിയ തോണ്ടാണ്, ചങ്കിലൊരു ചെറിയ പോറലാണ്. പത്രോസിന് അത് കിട്ടി. അത് കിട്ടിയപ്പോഴാണ് അവൻ നോക്കിയപ്പോൾ കണ്ണുടക്കിയത് ആരിലേക്കാണ്? ഈശോ തമ്പുരാന്റെ കണ്ണ്. ഈശോ തമ്പുരാന്റെ കണ്ണ്. വേറൊരാളുണ്ടായിരുന്നു, പത്രോസ് ചെയ്തതിനോളം വരില്ല കേട്ടോ അങ്ങേരുടെ പാപം. ചെയ്ത ആക്ട് വെച്ച് പത്രോസ് വളരെ ബോധപൂർവം 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞെങ്കിൽ മറ്റൊരാള് അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, പൊട്ടബുദ്ധി കൊണ്ട് ഒരൊറ്റത്തവണ ഒന്ന് ഒറ്റിക്കൊടുത്തു പോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഒറ്റിക്കൊടുത്തു പോയി. ഒറ്റത്തവണ. പക്ഷെ എന്താ വ്യത്യാസം? പത്രോസ് ആരാ? പത്രോസ് ശിഷ്യന്മാരിൽ പ്രമുഖൻ. അവൻ ചെയ്ത പാപത്തിന് വലിയ ഗൗരവമുണ്ട്. 3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം. യൂദാസോ അത്ര വലിയ പ്രാധാന്യപ്പെട്ട ആളൊന്നും അല്ല ശിഷ്യന്മാരുടെ ഗണത്തിൽ. പണസഞ്ചി അവൻ്റെലാണെന്നൊക്കെ യോഹന്നാൻ ഒരു കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി തിരികെ ചേർത്ത് വെക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ആകണമെന്നില്ല. യോഹന്നാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ റീസെൻ്റ് ആകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ചിലപ്പോൾ യൂദാസിൻ്റെ ഒരു കൊട്ട കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തതാകാനാണ്. പാവം മനുഷ്യനായിരുന്നിരിക്കും യൂദാസ്. അവൻ്റെ പ്രതീക്ഷ ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട്, ഈശോയെ ഇങ്ങനെയൊന്ന് പിടിച്ചാലേ അവൻ്റെ ശരിക്കുമുള്ള മിശിഹാത്വം പുറത്തേക്ക് വരൂ, അവനെ പ്രവോക്ക് ചെയ്താലേ ഉള്ളൂ, അങ്ങനെ അവൻ ആ റിവോൾട്ട്, ആ വിപ്ലവം കൊണ്ടുവരൂ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാകാം എന്നുമൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് യൂദാസിനെ കുറിച്ച്. അപ്പം അങ്ങനെയൊക്കെ ആകാം. എന്നാലും ഈ പത്രോസിനും യൂദാസിനും ഇടയിലെ വ്യത്യാസം എന്തെന്നറിയാമോ? ചെയ്ത അപരാധത്തിനപ്പുറത്ത് പത്രോസ് ഈശോയിലേക്കൊന്ന് നോക്കി ശരിക്കും ആഗ്രഹിച്ചു പോവാണ്, എൻ്റെ പൊന്നു യൂദാസേ, നീ ഒരൊറ്റ തവണ കർത്താവ് തമ്പുരാന്റെ ആ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ. ഹക്കൽ ദാമയിൽ വയറ് കീറി ചാകേണ്ടി വരില്ലായിരുന്നല്ലോ. നീ ഒരൊറ്റ തവണ കർത്താവിൻ്റെ കൊളുത്തി വലിക്കുന്ന കണ്ണിലേക്ക്, നിന്നെ ചേർത്ത് പിടിക്കുന്ന നോട്ടത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ. നമുക്കും സംഭവിക്കാൻ പോകുന്ന അപകടം ഇതാണ്. നമുക്കൊരു അപകടം പറ്റും. പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ നോക്കില്ല. കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് കുറ്റബോധം വരുമെന്ന വിചാരം. അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങ് മാറി നടക്കും കർത്താവിൽ നിന്ന്. ആ പോക്ക് ഹക്കൽ ദാമയിലേക്കുള്ള പോക്കാണ്. യൂദാസിൻ്റെ അനുയായിയാകാനുള്ള പോക്കാണെന്ന് ഓർക്കണേ. എത്ര വലിയ പാപം ചെയ്താലും ഓർക്കണേ, ജീവിതത്തിൽ ഒരുപാട് പാപത്തിൻ്റെ ചെളി നമ്മുടെ ദേഹത്ത് പുരണ്ടുപോയി. സാരമില്ല, ഒരൊറ്റ നോട്ടം കർത്താവിലേക്കൊന്ന് നോക്ക്. അവൻ്റെ കൊളുത്തി വലിക്കുന്ന കണ്ണ് നിന്നെ ചേർത്ത് പിടിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ആ അപ്പനെ ഓർമ്മയില്ലേ? ആ രംഗം കാണണം. ഞാൻ ആ രംഗം കാണുന്നത് സിറ്റ് ഔട്ടിൻ്റെ മേളിൽ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ എന്നും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. താടി നരച്ച ഒരു നല്ല ഫിഗറായിട്ടുള്ള ഒരു അപ്പൻ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പനിങ്ങനെ നോക്കി നിന്ന് ഒരു ദിവസം നോക്കുമ്പോഴാണ് അങ്ങ് ദൂരേന്ന് ഒരു പൊട്ടുപോലെ ആ ഇളയ മകൻ, ഒരു ദിവസം പടിയിറങ്ങിപ്പോയവൻ അവിടുന്ന് വരുന്ന കാഴ്ച കാണുന്നത്. അവൻ അവിടുന്ന് വരുന്ന ആ ചെറിയ നേരിയ പൊട്ടുപോലത്തെ കാഴ്ച കണ്ടപ്പോഴേ ഇവിടുന്ന് അപ്പൻ കൈ വിരിച്ചു പിടിച്ചു കഴിഞ്ഞു. സ്വാഗതത്തിൻ്റെ, എൻ്റെ കുഞ്ഞേ നീ തിരിച്ചുവായോ എന്ന് പറയുന്ന ആ കരങ്ങൾ വിരിച്ചുള്ള നിപ്പ്, ധൂർത്തപുത്രൻ്റെ സ്നേഹം കൊണ്ട് ധൂർത്ത് കാട്ടിയ അപ്പൻ്റെ നിപ്പ് ഇന്ന് നമ്മൾ കാണേണ്ടതെന്നറിയാമോ? അതേ നിപ്പ് നിൽക്കുന്നുണ്ട് കർത്താവ് തമ്പുരാൻ എവിടെ? കാൽവരിയുടെ നെറുകയിൽ ആ മരക്കുരിശിലേക്ക് കരങ്ങളിങ്ങനെ വിരിച്ചു പിടിച്ച് കർത്താവ് തമ്പുരാൻ നിൽക്കുമ്പോൾ ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ നിന്ന നിപ്പാണ് നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞേ നീ ഒന്ന് തിരിച്ചുവായോ എന്ന് പറഞ്ഞാണ് അവൻ ആ നിൽപ്പ് നിൽക്കുന്നത്. പത്രോസ് ആ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് അവൻ ചെയ്ത കാര്യം എന്നറിയാമോ? അടുത്ത അവസാനത്തെ വാക്യമാണ് പ്രധാനപ്പെട്ടത്. അവസാനത്തെ വാക്യം സംഭവിച്ചില്ലെങ്കിൽ ഇത്രയും നേരം കേട്ടതൊക്കെ പാഴായിപ്പോയി. അവസാനത്തെ വാക്യം നമ്മളിൽ സംഭവിച്ചില്ലെങ്കിൽ ഇത്രയും നേരം മുഴങ്ങിയ വചനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വചനം പാഴായി പോയില്ല, നമ്മുടെ ജീവിതത്തിൽ ആ വചനം ഇൻഎഫക്റ്റീവായി പോയി. എന്താണ് അവസാനത്തെ വാക്യം? അവൻ മെയിൻ വാക്ക് മിസ്സാകുക ഇപ്പോഴും. അവൻ മനംനൊന്ത് കരഞ്ഞു എന്നതിൽ കാര്യമില്ല. നമ്മളുമൊക്കെ കരയാൻ നല്ല മിടുക്കരാണ്.
നമ്മളൊക്കെ കരയാൻ നല്ലൊരു ആരാധനയൊക്കെ നമ്മളൊക്കെ കണ്ണെന്ന് പറഞ്ഞൊക്കെ ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കും, ഭയങ്കര കരച്ചിലൊക്കെയാണ്, നമുക്കത് പറ്റും. നല്ലൊരു ഫീലൊക്കെ കിട്ടിയാൽ നമ്മുടെയും കണ്ണൊക്കെ നിറയും. പക്ഷേ ഒരു വാക്ക് മിസ്സായി പോവുകയാണ്. നമുക്ക് മനം തൊന്ത് കരയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഏതാ വാക്ക മിസ്സായി പോകുന്നത്? അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. എന്താ ഈ പുറത്തുപോയി എന്നുള്ള വാക്ക്? പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അതിനകത്ത് കയറിയപ്പോഴല്ലേ അവൻ ഈ പാപം ചെയ്തത്. ആ ഇടത്ത് നിന്നപ്പോഴല്ലേ അവൻ ഈ പാപം ചെയ്തത്. അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആർജവത്വം കാണിച്ചിടത്താണ് പരിശുദ്ധ സഭയുടെ ആദ്യത്തെ ആചാര്യൻ്റെ ഉദയം. നമുക്ക് പറ്റുന്ന അപകടം, നമ്മളും ഇരുന്ന് കരയുന്നുണ്ട്, നന്നായിട്ട് മോങ്ങുന്നുണ്ട്. കരച്ചിലെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര മോങ്ങലാണ് നമ്മളൊക്കെ. പക്ഷേ അതിനകത്ത് തന്നെ ഇരിക്കുന്നത്, അവർ ഇരിക്കുന്ന സ്ഥലത്തിന് മാറ്റമൊന്നുമില്ല, അതിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് എൻ്റെ കർത്താവേ ഞാൻ പാപം ചെയ്തു പോയേ കുമ്പസാരക്കൂട്ടിലൊക്കെ ഒന്ന് കരയാണ്. എന്നിട്ട് നാളെയും അതേ പാപം തന്നെ ചെയ്യുകയാണ്. കാരണം എന്താ? നീ എന്താ ആ ഇടത്ത് നിന്ന് പുറത്തിറങ്ങാത്തത്? നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നൊരു സാഹചര്യമുണ്ട്, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നൊരു ബന്ധമുണ്ട്, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചുറ്റുപാടുകളുണ്ട്. എന്തുകൊണ്ട് ആ ഇടങ്ങളിൽ നീ മാറി നടക്കുന്നില്ല? അത് മാറാതെ എങ്ങനെ പാപം മാറാൻ പറ്റും? പാപത്തിൽ നിന്ന് മാറാൻ പറ്റും? പുറത്തു പോയി നൊന്ത് കരയണേ എന്ന് നിങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ പുറത്തിറങ്ങാനുള്ള, പാപ ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ആർജവത്വം കാണിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും തീരില്ല. എന്തുമാത്രം വേണമെങ്കിലും പ്രസംഗിക്കാം. ഈശോയുടെ പീഡാസഹനം ക്രിസ്ത്യാനിക്ക് പാഠപുസ്തകമാണ്, ടെക്സ്റ്റ് ബുക്കാണ്. അത് തുറന്ന് വായിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത് അതിൻ്റെ ഒരു വ്യാഖ്യാനം, ഒരു ധ്യാനപൂർവമായിട്ട് ഉള്ളൊരു വ്യാഖ്യാനം നമ്മൾ പങ്കുവെക്കാൻ ശ്രമിച്ചത്. ഒരു ചെറിയ ഭാഗത്ത് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആ പീഡാസഹന രംഗം മുഴുവൻ കർത്താവിൻ്റെ കുരിശിൻ്റെ തണലിലിരുന്ന് നമ്മൾ ധ്യാനപൂർവ്വം വായിച്ചാൽ എന്തുമാത്രം വെട്ടം കിട്ടും നമുക്ക്. അതുകൊണ്ട് ഈ നോമ്പ് കാലം ആത്മീയ വളർച്ചയുടെ കാലമാക്കി മാറ്റണേ. ഗൗരവത്തോടെ എടുക്കണം ഈ കാലത്തെ. എന്നിട്ട് താല്പര്യത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.